പ്രൈസ് ലോർഡ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്ന് തന്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്റെ പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് എഴുത്തു തരാമെന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ ഇവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. നമുക്കൊരുമിച്ച് മണ്ടക്കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിന്ന് വായിച്ചു കേൾപ്പിച്ച വാക്യങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ആ ഭാഗം യേശു കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളോട് വായിക്കുന്നത് ആമേൻ നയമാൻ്റെ കുഷ്ഠം മാറിയതാണ്. ആമേൻ അതിൻ്റെ ഭാഗമാണ് വായിച്ചത്. അതിൽ നിന്ന് ചില കാര്യങ്ങളെ ചിന്തിക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. നാം ഇവിടെ വായിച്ചത് നയമാൻ്റെ ഒരു പ്രത്യേകത, 2 പ്രത്യേകത. 1, അവൻ പരാക്രമശാലിയായിരുന്നു. 2, അവൻ കുഷ്ഠരോഗിയായിരുന്നു. പരാക്രമശാലിയും കുഷ്ഠരോഗി. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ദ മാൻ വാസ് ആൾസോ വയലന്റ് വാരിയർ ബട്ട് ഹി വാസ് എ ലെപ്പർ. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ആമേൻ ഒരു പ്രത്യേക ക്വാളിറ്റി ആയിരിക്കേണ്ടത് 1 പരാക്രമശാലിയാണ്. നമുക്കറിയാം ആമേൻ ദൈവം ഒരു വ്യക്തിയെ ബൈബിളിൽ പരാക്രമശാലിയെ എന്ന് വിളിച്ചതായിട്ട് കാണാൻ കഴിയും. ഇവിടെ നയമാൻ്റെ ലൈഫിനകത്ത് ആമേൻ ഇവിടെ കാണാൻ കഴിയും. വേറൊരു ഹിഡൻ ക്വാളിറ്റി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അവൻ്റെ അകത്ത് കിടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുഷ്ഠരോഗി, കുഷ്ഠം. നിങ്ങൾ കുഷ്ഠരോഗിയായ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. പലതരം കുഷ്ഠമുണ്ട്. കുഷ്ഠം അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ, ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ കയ്യിലും കാലിലൊക്കെ വിരലൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഇളയങ്ങ് പോവും. ഞാൻ അവരുടെ കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പോയിട്ടുണ്ട്. വളരെ ഒരു സമൂഹത്തിൽ ഒതുക്കപ്പെട്ട വ്യക്തികളാണ്. സമൂഹത്തിൽ ആമേൻ അവരെന്ത് ചെയ്യുന്നറിയാമോ, അവർ മറ്റുള്ള വ്യക്തികളാൽ ആമേൻ അവഗണിക്കപ്പെട്ട വ്യക്തിയാണ്. അവർ പറയുന്നു, ഞാൻ പോകുമ്പോൾ അവിടെ പറയും, പാസ്റ്റർ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾക്ക് കറുത്ത തുണിയിട്ടുണ്ട് പുറത്താൻ പറ്റുള്ളൂ. അത് ഈ മുസ്ലിം സഹോദരിമാരിടുന്നത് പോലത്തെ പർദ്ദ, കറുത്ത പർദ്ദ, അതുപോലത്തെ ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അല്പം പോലും വെള്ള പാടില്ല, ഷോള് പോലും വെള്ള പാടില്ല, ഫുൾ ബ്ലാക്ക്. അപ്പം കറുത്ത ഒരു പർദ്ദ ഇട്ടുകൊണ്ടാണ് അവർ പുറത്തു പോകുന്നത്. അപ്പം സമൂഹത്തിൽ ഒരു കല്യാണം വന്നാൽ അവർക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് പോകാൻ പറ്റത്തില്ല. ഇതിലേതെങ്കിലും കുഷ്ഠം പിടിച്ച ഒരാളുടെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കിയാൽ ആ കുഞ്ഞും അവഗണിക്കപ്പെട്ട വ്യക്തിയായി മാറും. അങ്ങനെ പലതരത്തിൽ ആമേൻ അവഗണിക്കപ്പെടുന്ന വ്യക്തികളാണ് കുഷ്ഠം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇവൻ്റെ പ്രത്യേകത 1 പരാക്രമശാലി. നമ്മൾ പലപ്പോഴും ഇതൊരു ദൈവ പൈതലുടെ അകത്തുള്ള 2 കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവനകത്ത് വേറൊരു ക്വാളിറ്റി അവിടെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നതും അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. അടിമയായി വന്ന ഒരു സഹോദരി, പ്രൈസ് ദി ലോർഡ്. ഈ അടിമയായി വന്ന സഹോദരി പരാക്രമശാലിയായിരിക്കുന്ന നയമാൻ്റെ ഭാര്യയോട് പറയുകയാണ്, പ്രവാചകരുടെ അടുക്കൽ പോയാൽ സൗഖ്യം കിട്ടും. അപ്പോൾ ഈ അടിമയായി കൊണ്ടുവന്ന സഹോദരി പറഞ്ഞപ്പോൾ അവിടുത്തെ യജമാനന് അനുസരിക്കുവാൻ തോന്നി എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ട്രാക്ട് എടുക്കാൻ പോകുന്നു, സുവിശേഷം പറയാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട കാര്യം, ഈ അടിമ എന്ന വ്യക്തി, ഹല്ലേലൂയ, അവരടിമയായി അവിടെ മേൽ പേര് കുത്തിയെങ്കിലും അവർ അടിമത്വത്തിലായിരുന്നില്ല. കാര്യം അവർക്കിത് പറയുവാൻ തക്കവണ്ണം ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുത്തവൾ.
യജമാനന് സൗഖ്യം വേണമെന്നൊരു ചിന്ത. നമ്മൾ പല വ്യക്തികളും ദൈവം നമ്മളോട് ചില ദൂത് പറഞ്ഞാൽ, ദൈവം ചില വ്യക്തിയോട് അറിയിക്കുവാൻ ചില ദൂത് പറഞ്ഞാൽ നമ്മൾ പറയാൻ മടിക്കും. അയ്യോ, ഞാൻ പറഞ്ഞാൽ എങ്ങനെ, ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞാൽ അയ്യോ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനകത്ത് ഒതുക്കി വയ്ക്കാറുണ്ട്. പക്ഷെ ഇവിടുത്തെ സഹോദരി പറയുകയാണ്, യജമാനനെ പ്രവാചകനെ കൊണ്ടെത്തിക്കുക. രണ്ട് കാര്യമാണ് അവിടെ ചെയ്യുന്നത്. ഒന്ന്, ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അവിടെ അറിയിക്കുകയാണ്. രണ്ട്, സൗഖ്യം വരും എന്നവൾ പറയുകയാണ്. ഹല്ലേലൂയ. ഈ പറഞ്ഞ സഹോദരിക്ക് ഉറപ്പുണ്ട്. ആമേൻ. ഈ നയമാൻ അവിടം വരെ എത്തിയാൽ ഒരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഉറപ്പ്. ഇപ്പം നമുക്ക് തന്നെ നമ്മൾ സുവിശേഷം പറയുമ്പോൾ തന്നെ ഒരു ഉറപ്പ് വേണം. ആമേൻ. നമ്മുടെ സുവിശേഷം പറയുന്ന ഉറപ്പെന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ പലരും ഈ സുവിശേഷം പറയുമ്പോൾ സുവിശേഷം ഉൾക്കൊള്ളാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ടൊക്കെ ആണെങ്കിൽ നീ യേശുവിനെ അറിഞ്ഞ് അല്ലെങ്കിൽ നരകത്തിൽ പോകുന്ന പറഞ്ഞാൽ ആൾക്കാർക്ക് പേടിയുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും ആർക്കില്ല. നമ്മൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നരകമെന്ന് പറഞ്ഞാലൊന്നും തോന്നുന്നില്ല. കാര്യം എന്ന് പറയുമ്പം പിശാച് അവരുടെ കണ്ണുകളെയും ഹൃദയദൃഷ്ടികളെയും ചിന്തകളെയൊക്കെ ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാര്യം അവർക്ക് ഭയം തോന്നില്ല, അവർക്കൊരു ഫീലിംഗ് ഇല്ല, ഒരു മരവിച്ച ഹൃദയവുമായി. ഹല്ലേലൂയ. അവർക്ക് നന്മ എന്തെന്ന് ഉള്ള ഒരു നല്ലതാണെന്ന് ഫീലിംഗ് ഇല്ല. ഞാൻ തകർന്നു പോകുമെന്ന് പറഞ്ഞാൽ ഒരു ഫീലിംഗ് ഇല്ല. ആമേൻ. നശിച്ചു പോകും എന്നൊരു ഫീലിംഗ് ഇല്ല. അവർ ജീവിച്ചു പോകുന്നു. അപ്പം അവിടെ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും തോന്നില്ല. എന്നാൽ തോന്നുന്ന ആൾക്കാർ കുറച്ച് ഉണ്ടായിരിക്കാം. പക്ഷേ അപ്പോൾ പലർക്കും ഞാൻ പറയടാ, നീ ഇങ്ങനെ ചെയ്താൽ നിൻ്റെ ലൈഫ് അന്ത്യം അവിടെ എന്ന് പറയുമ്പം പിറ്റേന്ന് ഞാൻ പറഞ്ഞതിനേക്കാൾ അധികമായിരിക്കും അവൻ്റെ പ്രവൃത്തി. ഇവിടെ ഞാനിത് പറയുന്നത്, ഞാൻ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ വരാൻ പോയി. അത് കേൾക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഹല്ലേലൂയ ചെറിയ പെൺകുട്ടി അവളകത്ത് ഒരു ആത്മബോധമുള്ള വ്യക്തിയായിരുന്നു. ഇവിടെ ഈ അടിമയായി കൊണ്ടുപോയപ്പോൾ ഒന്നാലോചിച്ചോണം, അവരുടെ അപ്പനും അമ്മയും എന്തുമാത്രം ഭാരത്തിലായിരിക്കാം, എന്തുമാത്രം നിരാശരായിരിക്കും. പക്ഷേ ഇവക്കകത്തൊരു ആത്മാവിൽ ഉറപ്പുണ്ടായിരുന്നു. എന്താണ്? ഞാൻ പോകുന്നിടത്ത് ഒരാളെങ്കിലും നേടിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൾ വന്നെടുത്ത് ഒരു യജമാനനെ, അവൾ എവിടെയാണ് നിൽക്കുന്നത് അവിടുത്തെ യജമാനനെ നേടുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവിൻ്റെ കാഴ്ചപ്പാട് അവൾ അതുണ്ടായിരുന്നു. അവൾക്ക് ഉറപ്പുണ്ട് ഒരു വിടുതൽ ഉണ്ടാകും. ഹല്ലേലൂയ. അവൾക്ക് ഉറപ്പുണ്ട് ഇന്നടുത്ത് ആളെ അയച്ചാൽ ആമേൻ അവിടെ ഒരു സൗഖ്യം കിട്ടും. സാധ്യതയുമില്ല ഈ നയമാൻ ഇവിടെ എത്തുവാൻ, ഒരു സാധ്യതയുമില്ല നയമാൻ പ്രവാചകനെടുക്കൽ എത്തുവാൻ. പക്ഷേ ആരാണ് അത് ചെയ്തത്? ഈ പെൺകുട്ടിയാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ പറ്റും നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഈ ഒരു പെൺകുട്ടിയാകും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിലാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഞാൻ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഞാൻ പാർക്കുന്ന വീട്ടിലേക്ക് വരണമെങ്കിൽ ഒരു ആശ്രമമുണ്ട്, ഗുരുജി ആശ്രമം. അപ്പോൾ അതുവഴി വന്ന സമയത്ത് പലരും അവിടെ ആ റോഡ് കുറച്ച് ഉള്ളിലോട്ട് വന്നു. ആരെങ്കിലും കൈ കാണിക്കും, പ്രായമുള്ള ആൾക്കാർക്കാണ് ഞാൻ കേട്ടുകൊണ്ടിരും. ആരാലും ഞാൻ അവർ കാര്യം ഒത്തിരി കാടാണ്, കണ്ടതുകൊണ്ട് ആരൊന്നും ഞാൻ കയറ്റിക്കൊണ്ട്. അപ്പോൾ ഒരു അപ്പച്ചൻ എൻ്റെ സ്കൂട്ടറിൽ കയറി. അത് കയറിയിട്ട് പറഞ്ഞു, ഞാൻ എവിടെ പോകണം, എനിക്കിവിടെ ഒരു അനാഥാശ്രമം, എവിടെ പോകണം. ഞാൻ കേട്ടു, നിങ്ങൾ അനാഥയാണോ? അനാഥയല്ല, മേ ഐസഹു എന്ന് പറഞ്ഞ് ഹിന്ദി പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ്, നിങ്ങളുടെ അകത്ത് ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ അനാഥ ആവുകയില്ല. നിങ്ങൾ ഈ സേവിക്കുന്ന ഈ ശക്തി ദൈവമല്ല, അത് മനുഷ്യനാണ് എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ പുള്ളി എന്നോട് വഴക്കുണ്ടാക്കി. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തോട് വീണ്ടും ശക്തമായി പറഞ്ഞു, യേശുവാണ് യഥാർത്ഥ ദൈവം എന്ന് മുഖത്തുകയും പറഞ്ഞു. പിന്നെ പുള്ളി എന്നോട് വഴക്കുണ്ടാക്കി പോയി പുള്ളി. പക്ഷേ നോക്കിയപ്പോൾ അവിടെ ഭയങ്കര ക്രൗഡുള്ള ഏരിയ ആണ്. എല്ലാവരും ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ പോയി എൻ്റെ കാര്യം. പക്ഷേ അതൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു തരുമ്പോൾ അവരുടെ മുഖത്തോക്കി യേശുവാണ് ദൈവമെന്ന് പറയാൻ തക്കവണ്ണം, ഇങ്ങനെ വിടുവിക്കുന്ന ദൈവമെന്ന് പറയാൻ തക്കവണ്ണം ഒരു ധൈര്യം നമുക്കുണ്ടായി. അപ്പോൾ ചില വ്യക്തികളോട് സുവിശേഷം പറയുവാൻ നമ്മുടെ അകത്തൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. കാരണം നാം സേവിക്കുന്ന ദൈവം, പൗലോസ് ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം, ഞാൻ ആത്മാവിൽ സേവിക്കുന്ന ദൈവം ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അമ്മേ, നമ്മൾ പലപ്പോഴും അറിയുന്നില്ല നമ്മുടെ ദൈവം ആരെന്ന്. ഇപ്പം ഇവിടെ ഈ നയമാൻ എന്ത് ചെയ്യുന്നറിയാമോ? നയമാൻ കേട്ടു. നയമാൻ ചെയ്തു, അവിടെ പെർമിഷൻ വാങ്ങിച്ച് പോവുകയാണ്. ആമേ അവിടെ നിന്ന് എന്ത് ചെയ്തു?
നയമാൻ അവിടെ നിന്ന് വായിച്ച അതിൻ്റെ 5-ാം വാക്യം. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്തു തരാം എന്ന് ആരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശെക്കേലും പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. ഇത് ഭയങ്കര മർമ്മമാണ്. ഹല്ലേലൂയ. ഒരു അഭിഷേകത്തിനെ കാണുവാൻ, ഹല്ലേലൂയ, ഒരു അഭിഷേകത്തിനെ കാണുവാൻ ഒരാൾ പോവുകയാണ്. അങ്ങനെ ഈ നയമാൻ എന്ത് ചെയ്തു? പ്രവാചകന്റെ അടുക്കൽ എത്തിയാണ്. ഹല്ലേലൂയ. ഞാൻ 7-ാം വാക്യം വായിക്കാം. ഇസ്രായേൽ രാജാവ് എടുത്തു വായിച്ചപ്പോൾ വസ്ത്രം കീറി അവൻ, ഇതാ കുഷ്ഠരോഗം മാറ്റി കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവിൻ, അവൻ ഇതിനാൽ എന്നോട് ശണ്ടയ്ക്ക് കാരണം അന്വേഷിക്കുകയില്ലയോ എന്ന് പറഞ്ഞു. ഇത് രാജാവിനെ കിട്ടിയപ്പോൾ രാജാവ് പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. ആമേൻ. മരിപ്പിക്കുകയും ജീവിപ്പിക്കുന്നതും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവിൻ, ഇതിനാൽ എനിക്ക് ശണ്ട ഉണ്ടാകാൻ കാരണമാകുന്നു. അപ്പോഴാണ് അവർക്ക് പിടികിട്ടിയത് ഇത് അവന് കിട്ടുന്ന കാര്യമല്ല. ഇത് എലീശ കേട്ടപ്പോൾ രാജാവിന് അടുക്കൽ ആളയച്ചു. വസ്ത്രം കീറിക്കളഞ്ഞത് എന്തിന്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അവൻ അറിയും. നമ്മൾ ഓരോരുത്തരും പറയാം, കർത്താവേ, ഞാനെന്ന വ്യക്തി കർത്താവിൻ്റെ വേലക്കാരനായി, കർത്താവിൻ്റെ വേലക്കാരത്തിയായി ഇവിടെ ഉണ്ടെന്ന് ചില ആൾക്കാർ അറിയണം. അതെങ്ങനെ നമ്മുടെ ശബ്ദം കേട്ടില്ല അറിയുന്നില്ല, നമ്മൾ കൂടെ ഉള്ള ദൈവപ്രവൃത്തിയെ കാണണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൈവയ്ക്കുമ്പോൾ ചില രോഗികൾ സൗഖ്യം പ്രാപിക്കണം. ഈ വാർത്ത കേട്ടപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? അവനെ ഇങ്ങോട്ട് വിട്ടേക്ക്. ഇങ്ങനത്തെ വിഷയങ്ങൾ ഡീൽ ചെയ്ത് ഞാനാണ്. ഇങ്ങോട്ട് രാജാവിന് കഴിയത്തില്ല, രാജാവിന് ഭരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവൻ ഇങ്ങോട്ട് വിട്ടേക്ക്. എത്ര രൂപ പറയും കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ചില ആൾക്കാരെ എൻ്റെ അടുക്കലേക്ക് വിടണമേ കർത്താവേ, ഞാൻ അവർക്കൂടി പ്രാർത്ഥിക്കും കർത്താവേ, അവരെ ദൈവം സൗഖ്യമാക്കും കർത്താവേ എന്ന് എത്ര ഉറപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അറിയണം, നമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലത് സംഭവിക്കും. നമുക്കകത്ത് ഭയങ്കര അവിശ്വാസമാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുമോ, ഞാൻ കൽപ്പിച്ചാൽ ഭൂതം വിട്ടു പോകുമോ എന്നൊക്കെ കുറേ ഡൗട്ടാണ്. അത് പിശാചിൻ്റെ സംഭവമാണ്. അതിനെ ശാസിച്ച് കളഞ്ഞിട്ട് പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ വണങ്ങുന്ന ദൈവം, ആമേൻ, ഈ നിൽക്കുന്ന സകല ശക്തികളെക്കാൾ അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ. ആ ദൈവനാമത്തിൽ ഞാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് ഞാനല്ല, എന്നിൽ കൂടെ ദൈവമാണ് അവിടെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ പ്രവാചകൻ പറയണം, അവനെ ഇങ്ങോട്ട് വിട്ടേക്ക്, ഞാൻ അത് കൈകാര്യം ചെയ്യാം. അത് പറഞ്ഞാൽ അവിടെ ഒരു ഇസ്രായേലിൽ പ്രവാചകൻ ഉണ്ടെന്ന് അവരറിയട്ടെ. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടിൽ വാതിക്കെത്തി. എലീശ ആമേൻ. ഹല്ലേലൂയ. ഇവിടെയാണ് കാര്യം മർമ്മം കിടക്കുന്നത്. ഈ നയമാൻ ചിന്തിച്ചു, പ്രവാചകമെന്ന് പറയും ദൈവനാമത്തിൽ. ആ നയമാൻ കണ്ട പല സംഭവങ്ങളുണ്ട് അല്ലേ, പല രീതിയിലുണ്ട്. ഇങ്ങനെ പല രീതിയിലും അന്നത്തെ കാലങ്ങളിൽ ഭയങ്കര പൂജാരി മന്ത്രം ഇഷ്ടമുള്ള കാലഘട്ടമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ സഭയ്ക്കുമാകുക എന്നൊക്കെ പറയുന്നത് ചിന്തിച്ചു. പക്ഷെ നയമാനോട് പറഞ്ഞത്, നയമാനെ പ്രവാചകൻ പോയി കാണുക പോലും ചെയ്തില്ല. പ്രവാചകൻ ആളയച്ച് പറയുകയാണ്, നീ എവിടെ പോയി മുങ്ങണം? യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ നീ ശുദ്ധനാകുമെന്ന് പറഞ്ഞു. അതിന് അപ്പോൾ നയമാൻ ഏറ്റവും ക്രൂത്തിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്നും തൻ്റെ ദൈവമായ അവൻ പുറത്തു വന്നിട്ട് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചും തൻ്റെ കൈ ആ സ്ഥലത്തിന് മീതെ ഇങ്ങനെ കുഷ്ഠരോഗി സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പ്രവാചകൻ പറഞ്ഞറിയുമോ, ആ യോർദാനിൽ പോയി കുളിക്കുവാൻ. ഹല്ലേലൂയ. അത് 1 പ്രാവശ്യമല്ല, 7 പ്രാവശ്യം കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് ചില കാര്യങ്ങളെ ഡീൽ ചെയ്യുവാൻ ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്കറിയാം, പുതിയ ഒരാൾ ഒരു കുരുടം വന്നപ്പോൾ യേശു തുപ്പി, ചേറെടുത്ത് കണ്ണിൽ തുപ്പി, ഹല്ലേലൂയ, കുളത്തിക്കൊണ്ട് കഴുകാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
നമ്മൾ ഒരേ വിഷയമാണെങ്കിൽ പോലും കർത്താവ് ഇടപെടുന്നത് പല രീതിയിലാണ്. എല്ലാ വ്യക്തിയുടെ വിടുതലിലും ഉപവാസ പ്രാർത്ഥന ശരിയാവത്തില്ല. ചില ആൾക്കാർ 3 ദിവസം ഉപവാസത്തെല്ലാം ശരിയാവുന്നു. മാനസാന്തരപ്പെടാത്ത ഒരു ഉപവാസം ശരിയാവുകയില്ല. ചിലത് പുറമേ ഭയങ്കര സാമർത്ഥ്യമാണെങ്കിലും പരാക്രമശാലിയാണെങ്കിൽ പോലും അകത്തു കുഷ്ഠം വ്യാപരിച്ചു കിടക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ ശരീരത്തിൽ കുഷ്ഠം കിടക്കുകയാണ്. ഇവിടെ പറയാണ് നീ കലക്കമുള്ള വെള്ളം, അവിടെ കലങ്ങിയ വെള്ളമാണ്. അതൊരു കലങ്ങിയ വെള്ളം, ഒരു യോദ്ധൻ കലങ്ങി കിടന്ന വെള്ളമാണ്. അപ്പോൾ അവിടെ പറയുകയാണ് ദമ്മേശക്കിൽ നദികളായ അബാനയും പർപ്പടവും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ, എന്നാൽ എനിക്ക് അവയിൽ കുളിച്ച ശുദ്ധനാകരുതോ എന്ന് ക്രോധത്തോടെ പറഞ്ഞു. അപ്പോൾ അവൻ കൃത്യമായി പറയാണ്, സാറേ ഇതിനേക്കാളും വലിയ കാര്യം ചോദിച്ചാൽ നീ ചെയ്യത്തില്ലയോ? ആമേൻ. പക്ഷേ ഈ ചെറിയ കാര്യം ചെയ്യാൻ ഭയങ്കര മടി. പലപ്പോഴും നമുക്കങ്ങനെയാണ്. ആമേൻ. ഒരു ചെറിയ കാര്യം, ഇപ്പോൾ തന്നെ ട്രാക്റ്റ് കൊടുക്കുന്ന കാര്യം ഭയങ്കര പവർഫുള്ളാണ്. എന്ന് പറഞ്ഞാൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ട്രാക്റ്റ് കൊടുക്കുമ്പോൾ വാങ്ങിച്ച് ഞാൻ തള്ളിക്കളയാറാണ്. ഞാൻ ട്രാക്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് ദിവസം. എനിക്ക് ഇന്നിപ്പോഴും ആഗ്രഹമുണ്ട് കൊടുക്കണമെന്ന്. കാര്യം പലയിടങ്ങളും ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു ട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ബൈബിൾ ഒരു ഇത് കയ്യിൽ കാണും. കർത്താവ് നിയോഗിക്കുന്നവർക്ക് ഞാൻ കൊടുക്കും, പറഞ്ഞു കൊടുക്കും, അവർ കൊണ്ടുപോകും. അപ്പോൾ ചില ആൾക്കാർ ട്രാക്റ്റ് വാങ്ങിച്ച് അങ്ങനെ കളയാറുണ്ട്. ചില ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും വാങ്ങിച്ച് പോക്കറ്റ് വയ്ക്കാറുണ്ട്. ചില ആൾക്കാർ വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഗുണം വരത്തില്ല. ആരെങ്കിലും വന്ന് വായിച്ച് അവർ വിടുവിക്കപ്പെടുന്ന സാക്ഷ്യം കേട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് 1000 ട്രാക്റ്റ് ആണെങ്കിൽ പോലും അതിൽ ചിലപ്പോൾ 10,000ങ്ങളെ ഒഴിവാക്കുന്ന അപ്പോസ്തലന്മാർ മറഞ്ഞു കിടക്കുകയാണ്. ലക്ഷങ്ങളെ വിടുവിക്കുന്ന. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു പാസ്റ്ററെ പരിചയപ്പെട്ടു പഞ്ചാബിൽ വെച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ ഒരു മിഷണറി അദ്ദേഹത്തിൻ്റെ ദേശത്ത് വന്ന് ശുശ്രൂഷിച്ചു. അവിടുന്ന് ഒറ്റ മനുഷ്യർ രക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ അതിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു. ആ വ്യക്തി സ്ഥാനപ്പെട്ടു. അദ്ദേഹം ഇൻ്റർനാഷണൽ തലങ്ങളിൽ കർത്താവ് ഉപയോഗിക്കുന്ന വ്യക്തിയായി മാറി. അപ്പോൾ ഒരു വ്യക്തിയെ കിട്ടും. ഹല്ലേലൂയ. നിങ്ങൾ 1000 കൊടുത്താൽ ഒരു വ്യക്തിയെ കിട്ടും. ആ വ്യക്തി നിങ്ങളുടെ 1000 ട്രാക്റ്റിൻ്റെ ഉപയോഗം ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോ, ഞാൻ പറഞ്ഞ ആരെ വിശ്വസിക്കും? ഞങ്ങൾ പറഞ്ഞ ആരും വിശ്വസിക്കുന്നതിലും കുഴപ്പമില്ല, ചെയ്യണം. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ദേശം നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വ്യക്തികൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രവർത്തനം ചെയ്യുമ്പോൾ, ട്രാക്റ്റ് കൊടുക്കുമ്പോൾ, വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഈ ഗോസ്പൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത് തെറ്റാണെന്ന് ആദ്യം പറഞ്ഞാൽ അവർ നമ്മളെ എതിർക്കും. പക്ഷേ അവർ സഹോദര, നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ അവരകത്തൊരു സ്പാർക്ക് ഉണ്ടാകും. ബാക്കി കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ഈ ട്രാക്റ്റ് കൊടുത്ത ആളുകൾ സ്വച്ഛമെന്ന ആൾക്കാർ ഒരു നിമിഷം കാണുകയുള്ളൂ, ബാക്കി കാണത്തില്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലയിടത്തും യാത്രയിൽ സുശേഷം പറയുമ്പോൾ ആ ഒരു 10 നിമിഷം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അപ്പോൾ അവർ പറയും, സഹോദര കഴിഞ്ഞ മാസം ആരോ പറഞ്ഞു, അതിൻ്റെ ബാക്കിയാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പല അനുഭവം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സഹോദരി അവൾ പറഞ്ഞൊരു പ്രവാചകനുണ്ട്, അവിടെ വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് നയമാൻ എന്ത് ചെയ്തു? അവിടെ പോയി കാണുന്നു. പ്രവാചകൻ പറയുകയാണ്, നീ യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എനിക്ക് ആരോടോ പറയാനുള്ള കാര്യമുണ്ട്. നമ്മുടെ അകത്തു ഒരു ആത്മബലം ഉണ്ടെങ്കിലും ശരീരത്തിൽ അല്ലെങ്കിൽ മനോതലങ്ങളിൽ കിടക്കുന്ന കുഷ്ഠരോഗങ്ങൾ മാറാനുണ്ട്. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്മെല്ലുണ്ട്, ജഡസ്വഭാവമുണ്ട്, പാപ സ്വഭാവമുണ്ട്. ചില കുഷ്ഠരോഗങ്ങളിൽ നമ്മുടെ ലൈഫ് വിട്ടു മാറാനുണ്ട്. അതിന് നമ്മൾ ചിന്തിക്കും ശുദ്ധമായ വെള്ളത്തിൽ പോയി കുളിക്കണമെന്നായിരിക്കും. പക്ഷേ കർത്താവ് തരുമ്പോൾ നമ്മുടെ ചുറ്റുപാടും കലങ്ങുന്ന വെള്ളം കൊണ്ടുതരും. നമ്മുടെ അകത്ത് കുഴപ്പം കൊണ്ടെന്ന് അറിയുവാൻ തക്കവണ്ണം നമ്മുടെ ചുറ്റുപാടും ചില മാനസിക സമ്മർദ്ദം കൊണ്ടുതരും. അവിടെ നമ്മൾ ദേഷ്യപ്പെടാതെ ആ സ്ഥാനത്ത് നമ്മൾ ദൈവസ്ഥാനം സമർപ്പിക്കാമെങ്കിൽ നമ്മുടെ അകത്തുള്ള കുഷ്ഠരോഗങ്ങൾ മാറി നമ്മളെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും. പല വ്യക്തികൾ എന്താണെന്നറിയുമോ? ഹല്ലേലൂയ. ഈ പറഞ്ഞ വ്യക്തി എന്നെക്കാളും കുറഞ്ഞ വ്യക്തിയാണ്. ഈ സഹോദരി അടിമയാണ്, ഞാൻ പരാക്രമശാലിയാണ്, ഞാൻ അവളെ വാക്കേട്ട് പോകണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദൈവനാമത്തിൽ ഒന്നും പ്രാപിക്കാൻ കഴിയുകയില്ല.
ഇവിടെ പ്രവാചകനായിട്ട് വന്നപ്പോൾ പ്രവാചകൻ വന്ന് ദൈവനാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന് കരുതി അവൻ അവിടെയും നിയമം പോവുകയാണ്. അവിടെ പോയപ്പോൾ അവൻ്റെ മനസ്സ് മാറി, ദേഷ്യം വന്നു, കോപം വന്നു, ഭയങ്കര വ്യത്യാസം വെളിപ്പെട്ടു. അവിടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി. അവൻ ധരിച്ചു ഭയങ്കര മാന്യതയോടുകൂടെ അവിടെ കിട്ടുമെന്ന്. പക്ഷേ കർത്താവ് അവിടെ ഇടപെട്ടത് രീതി വേറെയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇങ്ങനെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നാം പ്രാർത്ഥിക്കുന്നതിനെയും പ്രതീക്ഷകൾ ഓപ്പോസിറ്റ് ആയിരിക്കും. കാര്യം നമ്മുടെ അകത്തുള്ള കുഷ്ഠം മാറാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരു ഭാഗത്ത് പരാക്രമശാലിയായിരിക്കാം, മറുഭാഗത്ത് കുഷ്ഠരോഗിയായിരിക്കാം. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് നമ്മൾ ഭയങ്കര ശക്തിയുള്ള വ്യക്തിയായിരിക്കാം, പലതിനെ ശാസിച്ച് പുറത്താക്കിയ വ്യക്തിയായിരിക്കാം. പക്ഷേ എന്ന് പറയട്ടെ, ഒരു പ്രവാചകന്റെ ശബ്ദത്തിന് നമ്മൾ കീഴ്പ്പെടണം. ഹല്ലേലൂയ. എത്ര പരാക്രമശാലി എന്ന് പറഞ്ഞാലും ഒരു പ്രവാചക ശബ്ദത്തിന് കീഴ്പ്പെടുന്ന വ്യക്തിയായി മാറിയാൽ അവൻ്റെ കുഷ്ഠരോഗം മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നയമാൻ വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ്, എനിക്ക് ആർക്കും കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ എലീശ ആളെ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറഞ്ഞു. അവൻ അതിൻ്റെ 13 വാക്യം വായിക്കുമ്പോൾ, അതിൻ്റെ 12 വാക്യം 13 വാക്യം വായിക്കാൻ കാണാൻ കഴിയും. എന്നാൽ അവൻ്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയ കാര്യമൊന്നും അല്ല നിന്നോട് കൽപ്പിച്ചതെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുമോ? പിന്നെ അവൻ വന്ന് കുളിച്ചു ശുദ്ധനാകുക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം, ഹല്ലേലൂയ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദൈവത്തിൻ്റെ അഭിഷേകത്തിന്, ഒരു പ്രവാചകന്റെ വാക്ക് അത് എന്തെന്നല്ല, പക്ഷെ ആ വാക്കിനെ അനുസരിക്കാമെങ്കിൽ നമുക്കറിയാം. പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എങ്കിലും ഒന്നും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ആ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ വാക്കിന് വില കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഇദ്ദേഹം കുഷ്ഠം കൊണ്ട് നടക്കുകയാണ്. ഈ കുഷ്ഠം കൊണ്ട് ഒരു അധികാരത്തിൽ നിൽക്കുന്ന വ്യക്തി എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കാണും, എവിടെയെല്ലാം പോയി കാണും, എന്തെല്ലാം ചെയ്ത് കാണും, അവരുടെ രീതിയിൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്ത് കാണും. പക്ഷേ അവൻ്റെ കുഷ്ഠം മാറിയില്ല. എന്നാൽ ഇവിടെ ആ വ്യക്തിയുടെ കുഷ്ഠം മാറുവാൻ തക്കവൺ ദൈവം ഇടവരുത്തി. ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രൊഫറ്റിക്കൽ വേർഡ്, ഒരു പ്രവചന ശബ്ദം എൻ്റെ ചെവിയിലെത്തിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും പ്രൊഫറ്റിക്കലായിട്ട് ദൈവവചനം ശുശ്രൂഷിക്കുന്ന വ്യക്തികളെ മാറണം. ഹല്ലേലൂയ. ഈ വചനത്തെ നമ്മൾ ആളെന്ന് തൂക്കി അങ്ങനെ നമ്മളെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് ശുശ്രൂഷിച്ചാൽ വിടുതലുണ്ടാകത്തില്ല. ദൈവശബ്ദം കേൾപ്പിക്കുന്ന വ്യക്തിയായി മാറണം. യേശു കർത്താവ് നമുക്കറിയാം, യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ജനത്തെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതിൻ്റെ 8:44 വായിച്ച്, യോഹന്നാൻ സുവിശേഷം 8:44 വായിച്ചോട്ടെ. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവന് സത്യമില്ലായ കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ദൈവം പറയുകയാണ്, നിങ്ങൾ പിശാചെന്ന അപ്പന്റെ മക്കളാകുന്നു. അവന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവൻ സത്യമില്ല കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഫോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഫോഷ്ക്ക് പറയുന്നവനും പറയുന്നതിന്റെ അപ്പനുമാകുന്നു. ഇനി ഞാനോ നിങ്ങളോട് പറയുന്നത് കൊണ്ട്, ഞാനോ സത്യം നിങ്ങളോട് പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ ഭൂമിയിൽ 2 തരം വ്യക്തികളാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്, പിശാചിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുണ്ട്. ഹല്ലേലൂയ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഈ 2 ഗ്രൂപ്പുണ്ട്. അതിൽ ചിലർ പറയാണ്, ഓക്കെ, ഞാൻ പിശാചിൻ്റെ മക്കളൊന്നും അല്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്ത് പറഞ്ഞാലും ശരി തന്നെ ദൈവത്തിൻ്റെ വചനം അവിടെ പെടുന്നു. അതിൻ്റെ 47 പെടുന്നു, ദൈവത്തിൻ്റെ സന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. ദൈവത്തിൻ്റെ സന്തതിയായവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നു, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. പക്ഷേ ഇത് ചെയ്യാതെ
മനുഷ്യർ എന്ത് ചെയ്യുന്നറിയാമോ? മോഹങ്ങളെ അനുസരിച്ച് നടന്നു. മോഹം, പിശാചിന്റെ ലസ്റ്റ്, മോഹം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് ദൈവത്തെ അനുസരിക്കണമെന്നൊരു ബോധ്യം വരികയില്ല. അല്ലെങ്കിൽ ഞാൻ ദൈവ പൈതലാണ്, ഞാൻ ദൈവത്തിന് കമ്മിറ്റ്മെന്റ് ആണ്, ഞാൻ ദൈവരാജ്യത്തെ പോകുന്ന വ്യക്തിയാണ് എന്നൊരു ബോധമുണ്ടാകത്തില്ല. കാര്യം ആ ബോധത്തെ പിശാച് മൂടിക്കളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ചില ആത്മബോധങ്ങളുണ്ട്, നമ്മുടെ അകത്ത് ചില ആത്മീയ ദൗത്യങ്ങളുണ്ട്, നമ്മുടെ അകത്ത് ഒരു ദൈവഹിതപ്രകാരം ജീവിക്കണമെന്നൊരു ഉത്ബോധം കിടപ്പുണ്ട്. എന്നാൽ പിശാചിനെ അതിനെ മൂടിക്കളയും. ഹല്ലേലൂയ. അത് ആദ്യം മുതൽ എന്ന് പറഞ്ഞ വാക്യം, ആദ്യം മുതൽ പിശാച് എന്ത് ചെയ്യുന്നു? കൊലപാതകനാണ് ആദ്യം മുതൽ. ഹല്ലേലൂയ. പിശാച് ആദ്യം ആരെ കൊന്നു? ഹവ്വനെ കൊന്നു. ഹവ്വനെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. പിന്നെ ആദാമിനെ, പിന്നെ അവർ തലമുറയിൽ കൂടെ ഹാബേലിനെ കൊന്നു. അങ്ങനെ കൊലപാതകം വന്നത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അപ്പം നമ്മുടെ അകത്ത് പലതിനെയും നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ അകത്ത് പല ഗുണങ്ങളെ, പല ക്വാളിറ്റികളെ പിശാച് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതിനെ തട്ടി ഉണർത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് പ്രൊഫറ്റിക്കൽ വേർഡാണ്, പ്രവചന ശബ്ദമാണ്. കാര്യം പ്രവചന ശബ്ദത്തിനകത്ത് അസ്ഥികളെ ജീവിപ്പിക്കത്തക്കവണ്ണമുള്ളൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. പ്രൊഫറ്റിക്കൽ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഞരമ്പുകളെ, മാംസപേശികളെ അസ്ഥിയോട് ചേർക്കുന്നതും അതിനകത്ത് ജീവൻ കൊടുക്കുന്നതുമായ ഒരു ശക്തി പ്രൊഫറ്റിക്കൽ വോയിസിനകത്ത് കിടക്കുകയാണ്. അതാണ് പ്രവാചകന്റെ വാക്കെന്ന് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ എലീശ പ്രാപിച്ചില്ല, കുഷ്ഠരോഗം മാറാൻ വേണ്ടി പ്രാപിച്ചില്ല. ആ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒന്നും അവൻ വാങ്ങിയില്ല. എന്ത് ചെയ്തു? ഒരു വാക്ക് മാത്രം പറഞ്ഞു, നീ അത് ചെയ്യുക. ഹല്ലേലൂയ. നീ അത് ചെയ്യുക. നീ അത് ചെയ്തു കഴിയുമ്പോൾ നിന്റെ ശരീരം പഴയതുപോലെ മാറും. അവിടെ വേറെ ചെയ്ത ഒരു ഭയങ്കര വലിയ മല കയറാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു 10 പശുവിനെ കൊണ്ട് വെട്ടാൻ പറഞ്ഞില്ല. പറഞ്ഞേ ചെയ്യുമായിരുന്നു അവൻ. അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും പറയുവാൻ തക്കവണ്ണം, പറഞ്ഞാൽ ചെയ്യാൻ തക്കവണ്ണം സാമർഥ്യമുള്ള വ്യക്തിയാണ് നയമാൻ. പ്രവാചന ശബ്ദം, പ്രൊഫറ്റിക്കൽ വോയിസ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ലൈഫിൽ ഒരു പ്രൊഫറ്റിക്കൽ വോയിസ് ഉണ്ടാകണം. ആ പ്രൊഫറ്റിക്കൽ വോയിസിനനുസരിച്ച് നടക്കുവാൻ എന്നെ സഹായിക്കണം. ചിലപ്പോൾ സമ്മതി പറ്റുന്നില്ല. ഈ നയമാൻ്റെ അകത്ത് പ്രൊഫറ്റിക്കൽ ശബ്ദം ആദ്യം വന്നപ്പോൾ നയമാൻ ആദ്യം കോപിച്ചു, ദേഷ്യപ്പെട്ടു. നയമാൻ ഭയങ്കരമായ ദേഷ്യപ്പെട്ടു. അവിടെ കോപിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കോപമല്ല. ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ആളുടെ കോപം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോപമായിരിക്കും. അത് സഹിക്കാൻ പറ്റുകയില്ല. പക്ഷേ അവൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു, സാറേ നമ്മൾ അദ്ദേഹം പ്രവാചകൻ ഇപ്പം വേറെ എന്തെങ്കിലും പറഞ്ഞെങ്കിലും ചെയ്യേണ്ട ആവശ്യമല്ലോ, ചെയ്യും. ഇത് ചെറിയ കാര്യമല്ലേ? ഒരു 7 വർഷം പോയി കുളിക്കുക എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കുളിക്കുകയല്ല, 7 വർഷം പോയി കുളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യം. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഭൃത്യന്മാർ പറഞ്ഞപ്പോൾ അത് ചെയ്തു. ആ പ്രൊഫറ്റ് പ്രവാചകന്റെ വചനപ്രകാരം, അവന്റെ ആലോചന പ്രകാരം നയമാൻ ചെയ്തപ്പോൾ അവന്റെ കുഷ്ഠം മാറി. ഇവിടെ യേശു പറയാണ്, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ദൈവ ശബ്ദം കേൾക്കുവാൻ. ഞാൻ ചില ആൾക്കാരെ ഒക്കെ കൗൺസിൽ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ചിലർ പറയും, ചില കാര്യങ്ങൾ കർത്താവ് കാണിച്ചു തരും. ഞാൻ ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാർ പറയും, പാസ്റ്ററെ എനിക്കത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല പാസ്റ്റർ എന്ന് പറയും. ചില ആൾക്കാർ പറയും, എല്ലാം ചെയ്യാം പാസ്റ്റർ, ഓക്കെ, നാളെ 10 മണി കൃത്യം ഞാൻ ഉണ്ടാകും പാസ്റ്റർ എന്ന് പറയും. അവരെ കാണുകയില്ല എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ദൈവശബ്ദത്തെ വാല്യൂ കൊടുക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രവചന ശബ്ദത്തിന് വാല്യൂ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്, ദൈവം തൻ്റെ ആവശ്യത്തിൻ്റെ നാവിയുടെ പുറപ്പെടുവിക്കുന്ന വാക്കിന് ആര് വില കൊടുക്കുമോ അവരകത്ത് ഒരു ഭയങ്കരമായ ഒരു ദൈവപ്രത്യം ഉണ്ടാകും. രാത്രിയിൽ ഇന്ന് ഈ സന്ധ്യ സമയത്ത് ചില വ്യക്തികൾ കർത്താവ് പറയാണ്, കർത്താവേ നിങ്ങളുടെ അകത്ത് നിന്നൊരു പ്രാർത്ഥന ഉണ്ടാകണം. കർത്താവേ, എൻ്റെ അകത്തൊരു പ്രൊഫറ്റിക്കൽ ശബ്ദമുണ്ടാകട്ടെ. ഞാനൊരു നയമാൻ്റെ വീട്ടിലെ ബാല്യക്കാരെ പോലെ ആവട്ടെ, അവരെ പോലെ ആകട്ടെ.
അനേകരുടെ കുഷ്ഠങ്ങളെ മാറ്റുവാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല, പക്ഷെ അത് പ്രാർത്ഥിക്കുവാൻ ഞാൻ ശുശ്രൂഷിക്കും കഴിവുള്ള അഭിഷിക്തന്മാരെ ഞാൻ കണക്ട് ചെയ്യും കർത്താവേ. കർത്താവേ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഈ നയമാന്റെ ഭൃത്യന്മാരെ പോലാകാൻ പറ്റും. ആമേ, പ്രവാചകൻ പറഞ്ഞപ്പോൾ നയമാൻ അത് ഉൾക്കൊണ്ടില്ല. പക്ഷെ ആ ഭൃത്യന്മാരൊന്ന് അവിടെ പറഞ്ഞു, അല്ലയോ സാറേ ഇങ്ങനെയല്ല അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് സോഫ്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കൂട്ടം ഉണ്ടാകുന്നത്. അപ്പോൾ അതായിരിക്കും നിങ്ങൾ ഇപ്പോൾ പ്രവചന ശബ്ദത്തെ അത് അനുസരിക്കാൻ തക്കണം അവരെ മനസ്സിനെ പ്രിപ്പയർ എന്ന് വിചാരിക്കാം നമ്മൾ. ആമേ, ഒന്ന് നയമാന്റെ ആ വീട്ടിലെ വേലക്കാരി പെൺകൊച്ച്, 2 പ്രവാചകൻ, ആമേ 3 പ്രവാചക ശബ്ദത്തെ ആമേ അനുസരിക്കാൻ തക്കണം ആ വ്യക്തിയെ പ്രിപ്പയർ ആയ ഒരു ഗ്രൂപ്പുണ്ട്. ഹല്ലേലൂയ. ഇതിൽ ആര് വേണോ നമുക്കാകാൻ പറ്റും. ഹല്ലേലൂയ. വേണമേ ക്രോധത്തോടെ വരുന്ന വ്യക്തികളെ സമാധാനത്തോടെ സംസാരിച്ച് ഒതുക്കുന്ന ഒരു കൃപ നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്തത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥന, അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥനയുണ്ട്. ആമേ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ആമേ പ്രാർത്ഥിച്ചത് പ്രാർത്ഥന. അത് ഭയങ്കര പ്രാർത്ഥനയാണ്. അത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചാൽ വളരെ നന്നായി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തനിയെ പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു വളരെ ഗുണം ചെയ്യും. 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിച്ചേ. ഞാനും കർത്താവായ യേശുവിന്റെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് വേറെ യാതൊരു ജഡിയ ഇഷ്ടമില്ല. എന്താ പ്രാർത്ഥന? കർത്താവേ, വിളിയാൽ ആശ ഇന്നതെന്ന് അറിയേണ്ടതിന് അവരുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണമെന്നാണ്. ഞാൻ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ കുറിച്ച് നയമാന്റെ വീട്ടില് ആ സെർവന്റ് ആയിരിക്കാം, ചിലപ്പോൾ ഹല്ലേലൂയ അവരെ പറഞ്ഞുവിടുന്ന രാജാവായിരിക്കാം, ചിലപ്പോൾ അവരെ ആ ശുശ്രൂഷയുടെ പ്രവാചകനായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ആ പ്രവാചക ശബ്ദത്തെ അനുസരിക്കത്തക്കോണം പ്രിപ്പയർ ചെയ്യുന്ന ഗ്രൂപ്പായിരിക്കാം. ഹല്ലേലൂയ. എന്തായാലും ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം, കർത്താവ് എന്നെ വിളിച്ച വിളിയുടെ പർപ്പസ്. ഹല്ലേലൂയ. റിബാ ശതാര ബല 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 ബല. ഇനി എത്ര വലിയ ആളായാലും അവരോട് പറയേണ്ട കാര്യം അവരുടെ റെസ്പെക്റ്റ് കളയാതെ അവരോട് പറയുവാൻ, എത്ര താഴ്ന്നു എത്തിയാലും അവരോട് പറയേണ്ട കാര്യം അവരുടെ റെസ്പെക്റ്റ് കളയാതെ അവരോട് പറയുവാൻ, അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ. കർത്താവേ, ഈ ദിവസങ്ങളിൽ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവേ എന്നിൽ ഒതുക്കാതെ എന്നെ അനേക വ്യക്തികളിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പിശാച് പലപ്പോഴും നമ്മളെ ഒതുക്കി വയ്ക്കും. നീ നല്ല വ്യക്തിയാണ്, നീ സൂപ്പർ വ്യക്തിയാണ്, നിന്നെപ്പോലെ വ്യക്തി വേറെ ആരുമില്ല, നീ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു വെച്ചിരിക്കും. അവിടെ ഇരിക്കേ ഉള്ളൂ. അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് യേശു നാമത്തിൽ ഞാൻ കർത്താവിനെ ഉപയോഗിക്കപ്പെടണം. കർത്താവേ, ആമേൻ. ഞാൻ എങ്ങനെ പറയും? ഞാൻ നയമാന്റെ ഭാര്യ എങ്ങനെ പറയും? അവരെന്റെ യജമാനത്തിയാണ് എങ്ങനെ പറയും? നോ, നിന്റെ അകത്തൊരു വിളിയുണ്ട്, നിന്റെ അകത്തൊരു ഹൃദയത്തെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയാണ്, ഓ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ, ആമേ പലരും പല സമയത്ത് കേൾക്കുന്നതും അവനെ പറയും, ഇത് കേൾക്കുമ്പോൾ ആമേ ചില വ്യക്തിയോട് പറയാണ് ചില കുഷ്ഠങ്ങളെ മാറ്റുവാൻ, ഓ അനേകരുടെ രഹസ്യ പാപങ്ങളെ മാറ്റുവാൻ, അനേകരുടെ മറഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളെ മാറ്റുവാൻ നിന്റെ മേൽ ഒരു നിയോഗം തന്ന് കർത്താവാക്കി ആക്കാൻ പോവുകയാണ്. എത്ര വിശ്വസിക്കുന്നു? കർത്താവേ, എന്നെ അങ്ങനെ ഒരു വ്യക്തിയാക്കി മാറ്റണമേ കർത്താവേ. എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കട്ടെ. എന്നെ വിളിച്ചവൻ എന്റെ മേലൊരു നിയോഗം തന്നിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചറിയത്തക്കവണ്ണം എന്റെ ഉള്ളിൽ ഒരു നിയോഗം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ സകല ലീഡേഴ്സിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് പ്രാർത്ഥന ലീഡുന്ന പാസ്റ്റർ അങ്കിൾ, സഹോദരിമാർ, മറ്റു ലീഡേഴ്സ്, എല്ലാ വ്യക്തികളെയും ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുകയാണ്. ഓ ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ചില വ്യക്തികളെ നിയോഗിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രൊഫറ്റിക്കൽ ശബ്ദം അവരുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ.
കർത്താവേ, ഈ സന്ദേശം ആരെയൊക്കെ തൊടാൻ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം തൊടണമേ കർത്താവേ, ഒരു ലിമിറ്റും കൂടാതെ. കർത്താവേ, അങ്ങയുടെ വചനത്താൽ വ്യക്തികൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിക്കണമേ, യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.